ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ യാത്ര ചെന്നൈ സിറ്റിയിൽ ടോപ്പ് 10 ലിസ്റ്റിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്കാണ്. നമ്മൾ പോകുന്നത് സെൻറ്റ് തോമസ് ചർച്ചിലാണ്. ചെന്നൈ എയർപോർട്ടിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് തോമസ് ചർച്ചിലേക്കാണ് നമ്മുടെ യാത്ര. ഇതൊരു ഹിൽ ടോപ്പ് ഏരിയയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിലാണ് ഈ സെൻറ്റ് തോമസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് ഇതിൻ്റെ പുറകിൽ നമുക്ക് കേൾക്കാം അവിടെ ചെന്നാൽ. അപ്പോൾ ചെന്നൈയിലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു ടോപ്പ് 10 ലിസ്റ്റുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ആദ്യത്തെ പ്രത്യേകത, ഈ ഒരു ചർച്ച് അതിൻ്റെ സറൗണ്ടിങ്സ് മൊത്തം ചുറ്റും നിറച്ച് ആർമി ഏരിയ ആണ് എന്നുള്ളതാണ്. ആർമി ഫോഴ്സിൻ്റെ കൺട്രോളിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി എന്ന് പറയുന്നത്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ശിഷ്യന്മാരിൽ 12 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് സെൻറ്റ് തോമസ്. അദ്ദേഹം ആദ്യമായി ഇന്ത്യയിൽ ക്രിസ്ത്യാനിസം കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് ഇവിടെ വെച്ചാണ്, ഈ ഒരു പ്ലേസിൽ വെച്ചാണ്. അങ്ങനെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ചർച്ച് രൂപം കൊള്ളുന്നത്. അത് ഏകദേശം 17ാം നൂറ്റാണ്ടിലാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നു 17th സെഞ്ച്വറിയിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ മാറി സെൻറ്റ് തോമസ് എന്ന് പറയുന്ന ഒരു ചർച്ചിൽ, ഒരു കത്തീഡ്രലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു ചർച്ച് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് ഞങ്ങൾ ചെന്ന സമയത്തും ഒരുപാട് പേര് പള്ളി സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് അവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു. ഏകദേശം 11:30 ഞങ്ങൾ രാവിലെ 11:30 ചെന്നത്. ആ സമയത്തും അകത്ത് പ്രെയർ നടക്കുന്നുണ്ടായിരുന്നു. സെൻറ്റ് തോമസ് അദ്ദേഹത്തിൻ്റെ രൂപവും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെയൊക്കെ മാതാവിൻ്റെയൊക്കെ രൂപം അകത്ത് നമുക്ക് കാണാം. പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം മാറിയിരിക്കാനുള്ള പ്ലേസും ഒക്കെ അവിടെ എല്ലാ ചുറ്റും തന്നെ ഉണ്ട്. മൗണ്ട് ടോപ്പിലാണ് ഈ ഒരു പള്ളി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ പള്ളിയിലെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ, അതിൻ്റെ ഏരിയയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മൊത്തത്തിൽ ചെന്നൈ സിറ്റി മൊത്തം എൻറ്റയർ സിറ്റി നമുക്കിവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. നമ്മൾ ഈ കാണുന്നതാണ്. ഇതായത് നമുക്ക് എയർപോർട്ട് കാണാം, അതുപോലെ മെട്രോ പോകുന്നത് കാണാം, അതുപോലെ നോക്കിയാൽ തന്നെ കാണാം ബിൽഡിങ്സും മൊത്തം ചെന്നൈ സിറ്റി നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും. ചെന്നൈയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു മെയിൻ സ്പോട്ടാണ് ഈ സെൻറ്റ് തോമസ് ചർച്ച് എന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചെന്നൈയിൽ പോകുമ്പോൾ ഈ ഒരു ചർച്ച് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇനിയും വരാം. അതുവരേക്കും ബൈ.